ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே இந்த காலை வேளையில் காட் கூசிஸ் மினிஸ்ட்ரீஸின் யூடியூப் சேனல் வாயிலாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். இந்த 9வது மாதத்திலே தேவ செய்தியை கேட்கிற ஒவ்வொரு தேவ பிள்ளையையும் கர்த்தர் மேன்மேலும் ஆசீர்வதிப்பாராக. அவருடைய கண்கள் நம்மேல் நோக்கமாயிருக்கிறது. அவர் நம்மோடு பண்ணின சகல வாக்குத்தத்தங்களையும் உடன்படிக்கைகளையும் நிறைவேற்ற உண்மையுள்ளவராயிருக்கிறார். அதை அப்படியே விசுவாசிப்போம். இந்த மாதத்திலே தேவனாகிய கர்த்தர் தம்முடைய வார்த்தையை நமக்கு நிறைவேற்றி அவருடைய மகிமையை நம்மேல் காண பண்ணுவார். இதை கேட்கிற ஒவ்வொருவரும் எதிர்பார்ப்புடன் அவருடைய வார்த்தைகளுக்கு கீழ்ப்படிந்து காத்திருப்போம். தேவனாகிய கர்த்தர் தாமே இந்த மாதத்திலும் அவருடைய வார்த்தையை அனுப்பி நம் மத்தியில் பெரிய காரியங்களை செய்வாராக. ஆமென். ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ തോമാസാർ അവറുകൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു ദിവസം കൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമുക്ക് ആരോഗ്യബലവും നൽകിയത് ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി 119 സങ്കീർത്തനം 18 വാക്യം വായിക്കുന്നു. 119 സങ്കീർത്തനം 18 വാക്യം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. വളരെ ആഗ്രഹത്തോടെ അഭിവാഞ്ചയോടെ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ. ന്യായപ്രമാണം എന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ന്യായമായിട്ടുള്ള പ്രമാണമാണ് ന്യായപ്രമാണം. ഈ ന്യായപ്രമാണത്തിനകത്ത് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് എന്ന് ദൈവത്തിൻ്റെ ഭക്തൻ പറയുക. പക്ഷെ അതൊന്ന് കാണേണ്ടതിന് വേണ്ടി ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. ന്യായപ്രമാണത്തിലെ അത്ഭുതം യേശുക്രിസ്തുവാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ന്യായപ്രമാണത്തിലെ പരമപ്രധാനമായ ഏറ്റവും വലിയ അത്ഭുതം യേശുക്രിസ്തുവാണ്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണമാണ് ന്യായപ്രമാണം. ആവർത്തന പുസ്തകം 28 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ന്യായപ്രമാണം അനുസരിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന നന്മ, ന്യായപ്രമാണം തിരസ്കരിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ശിക്ഷ എന്നീ വിഷയത്തെ ആസ്പദമാക്കി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിൻ്റെ ഭക്തൻ അവിടെ എഴുതിയത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ന്യായപ്രമാണത്തിനകത്തൊരു അത്ഭുതമുണ്ട്. അത്ഭുതങ്ങളെ ഒന്ന് കാണുവാൻ എൻ്റെ കണ്ണ് തുറക്കണം. ന്യായപ്രമാണം സ്വീകരിച്ച മനുഷ്യൻ അവർ പട്ടുപോയ സംഭവം നമുക്കറിയാം. ന്യായപ്രമാണം അനുസരിച്ച മനുഷ്യൻ പട്ടുപോയ ചരിത്രമുണ്ട്. പലരും പട്ടുപോയി, കനാൻദേശത്തേക്ക് എത്തിയില്ല. അതുകൊണ്ട് പറയുകയാണ്, പട്ടുപോകുന്ന ജനത്തിന് മുൻപിൽ ഞങ്ങളുടെ ന്യായപ്രമാണത്തിൻ്റെ അത്ഭുതം ഒന്ന് കാണത്തക്ക രീതിയിൽ ഞങ്ങളുടെ കണ്ണ് തുറക്കണം. ന്യായപ്രമാണം കയ്യിൽ വാങ്ങിച്ച് മോശ ഇറങ്ങി വരുമ്പോൾ അവിടെ നടക്കുന്ന ആരാധനകളും ആഘോഷമെല്ലാം കണ്ടിട്ട് മോശയ്ക്ക് വെറുപ്പുണ്ടായെന്നാണ്. ഇപ്പം ന്യായപ്രമാണം കയ്യിലിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കാതെ മറ്റാഘോഷങ്ങളിലേക്കും ആർഭാടത്തിലേക്കും നയിക്കുന്ന ജനസമൂഹത്തെ കണ്ട് കോപമുണ്ടായ മോശ. ഇതുപോലെ തന്നെയാണ് ഇന്നത്തെ കാലത്തും ദൈവികമായ പ്ലാനുകളും പദ്ധതികളും ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അത്ഭുതങ്ങൾ കാണുവാൻ
കഴിയാതെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുന്ന ചില മനോഭാവങ്ങളെ ദൈവം ഇന്ന് മാറ്റി ന്യായപ്രമാണത്തിന് അത്ഭുതം ഇന്ന് എനിക്ക് വേണ്ടി ദൈവം ചെയ്യുന്നു, ഞാനത് കാണുമെന്ന് വിശ്വസിക്കത്തക്ക രീതിയിൽ ഒരത്ഭുതം ദൈവം ചെയ്യാൻ പോവുക. ന്യായപ്രമാണത്തിൽ അത്ഭുതം കാണുവാൻ കണ്ണു തുറക്കണം. കണ്ണു തുറക്കുവാൻ ദൈവികമായ കൽപ്പനകൾ, ദൈവികമായ ആലോചനകൾ, ദൈവികമായ വ്യവസ്ഥകൾ അനുസരിക്കുന്ന ഒരു ഭക്തന് മാത്രമേ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കൂ. ന്യായപ്രമാണത്തിലെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, അത് കാണുവാൻ പലർക്കും സാധിച്ചില്ല. എന്നാൽ ഭക്തൻ പറയുകയാണ്, എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങൾ കാണാൻ ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് മുമ്പോട്ട് ഇറങ്ങിത്തിരിച്ച സമയം മുതൽ ഇപ്പോൾ വരെ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന വിഷമങ്ങളും ഭാരങ്ങളും നിന്ദകളും അപമാനങ്ങളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ സഹിച്ച് നമ്മൾ കർത്താവിൻ്റെ ന്യായപ്രമാണപ്രകാരം നിൽക്കുന്നെങ്കിൽ, കർത്താവിൻ്റെ വ്യവസ്ഥ പ്രകാരം നിൽക്കുകയാണ്. പക്ഷെ ദൈവം പറയുന്നു, ഈ ദിവസങ്ങളിൽ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണുവാൻ, ദൈവികമായ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന താങ്കൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുവാൻ യേശു ഇന്നും സർവശക്തനാണ്. അത് നടക്കാൻ പോവുക, അത് സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന ദൈവിക പദ്ധതികൾ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതികളെ നടപ്പിലാക്കാതിരിക്കാൻ, അത് സ്വന്തം കണ്ണുകൊണ്ട് കാണാതിരിക്കാൻ മറവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത് ശക്തിയാണെങ്കിലും ദൈവം ഇടപെടും. ദൈവം പറയുക, അത്ഭുതം നീ കാണാൻ പോവുക, അത്ഭുതം നമ്മൾ കാണും. ഞാനത് വിശ്വസിക്കുന്നു, അത് സംഭവിക്കും. ഈ വർഷം കഴിയുന്നതിന് മുൻപേ, ഡിസംബർ മാസം കഴിയുന്നതിന് മുൻപേ ദൈവത്തിൻ്റെ ചില അത്ഭുതങ്ങൾ ഞാൻ കാണുമെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണാതെ, ദൈവപ്രവൃത്തി കാണാതെ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കറിയാം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഏലിശ എന്ന് പറയുന്ന ഒരു ഭക്തൻ, ആ ഭക്തൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ശത്രുവിൻ്റെ പല രഹസ്യങ്ങളും ആ ഭക്തന് ദൈവം വെളിപ്പെടുത്തി. പ്രാർത്ഥന എന്ന് പറയുന്നത് ശത്രുവിൻ്റെ പദ്ധതികളെ ദൈവാത്മാവിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് പ്രാർത്ഥന. നിനക്ക് നേരെ പിശാചൊരുക്കുന്ന സകല തന്ത്രങ്ങളെയും പൊളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി ശത്രുവിൻ്റെ ചില ആലോചനകളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് പ്രാർത്ഥന. അങ്ങനെ ഏലിശായിക്ക് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ടു. ശത്രുരാജ്യത്തിൻ്റെ കുതന്ത്രങ്ങൾ പോലും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന് വെളിപ്പെടുത്തി കൊടുക്കുന്ന സംഭവം നമുക്ക് ഏലിശായിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ആ സംഭവത്തെ വിവരിച്ചിട്ടുണ്ട്. അങ്ങനെ ശത്രുരാജ്യം വന്ന് ഏലിശയ്ക്ക് ചുറ്റും രഥങ്ങളും കുതിരകളുമായിട്ട് വന്ന് വളഞ്ഞ്, പട്ടാളവുമായിട്ട് വന്ന് വളഞ്ഞ് ഏലിശയെ പിടിക്കേണ്ടതിന് വേണ്ടി വന്നപ്പോൾ ആ ഏലിശയുടെ ദാസൻ വെളിയിലിറങ്ങി നോക്കിയപ്പോൾ പട്ടാളം മുഴുവനും അവരുടെ ചുറ്റും നിൽക്കുന്നതായിട്ട് കണ്ടു. ഓടിവന്ന് ഏലിശയോട് പറഞ്ഞു, ഗുരു, പ്രവാചക, നമ്മളെ അറസ്റ്റ് ചെയ്യേണ്ടതിന് വേണ്ടി ഒരു കൂട്ടം പട്ടാളക്കാർ വന്നിരിക്കുന്നു, എന്തു ചെയ്യും? അപ്പോൾ ആ ഭക്തൻ പറഞ്ഞത് ഇങ്ങനെയാ, നീ അവരെ പേടിക്കണ്ട, അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം നമ്മോട് കൂടെ ഉണ്ട് ആളുകൾ എന്ന് പറഞ്ഞ് ആ ദാസന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ കണ്ണു തുറന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചത്,
യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. അപ്പം നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ചില പദ്ധതികളെ പലപ്പോഴും നമുക്ക് കാണാതിരിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ കണ്ണുകളെ കുരുടാക്കി വെക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ കാലഘട്ടം അങ്ങനെയാണ് നമുക്ക് തോന്നിയേക്കാം. ഈ ദിവസങ്ങളിൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ദിവസങ്ങളെല്ലാം എൻ്റെ നന്മകളെ ആരോ എന്നെ കാണിക്കാത്തതുപോലെ മറവ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ യേശു പറയുക, ഇല്ല, ദൈവത്തിൻ്റെ പദ്ധതി ഇന്ന് വെളിപ്പെടാൻ പോവുക. അത് സംഭവിക്കാൻ പോവുക. നമ്മൾ ആത്മീയ ദർശനം കണ്ട, നമ്മൾ ദൈവത്തിൽ ആലോചന ഏറ്റെടുത്ത് ഇന്ന ഇന്ന കാര്യങ്ങൾ ദൈവം നടത്തിത്തരാമെന്ന് ദൈവം വാഗ്ദത്തം പറഞ്ഞ് ദൈവികമായ പ്ലാനുകളും പദ്ധതികളും ആത്മനിയോഗത്താൽ ഏറ്റെടുത്ത് മുമ്പോട്ട് യാത്ര ചെയ്യുന്ന ഒരു ഭക്തൻ്റെ ആത്മീയ നിലവാരത്തെ ഇല്ലാതാക്കി, അവൻ്റെ ആത്മീയ കണ്ണുകളെ കുരുടാക്കി, ആത്മീയ ദർശനമില്ലാതാക്കി, അവൻ അനുഗ്രഹിക്കപ്പെട്ട പദവികളും അത്ഭുതങ്ങളും കാണുവാൻ കഴിയാതെ കണ്ണ് കുരുടാക്കി വച്ചിരിക്കുന്ന ചില ശക്തികളുണ്ടെങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കണം, എൻ്റെ ദൈവികമായ പദ്ധതികളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന അന്ധകാര ശക്തികളെ വിട്ടുമാറാൻ, അതുമാത്രമല്ല എൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച ആ ഭക്തൻ്റെ ദാസന് വലിയ ദൈവിക ദർശനം കണ്ടതുപോലെ നമുക്ക് ദിവസങ്ങളെ പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ചില അനുഭവങ്ങളെ ദൈവം നൽകണമേ, അത് കാണുവാൻ എൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, വീടിനകത്ത്, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ, ആത്മീയ വിഷയങ്ങളുടെ മേൽ, തലമുറയുടെ വിഷയങ്ങളുടെ മേൽ, ഏതൊക്കെ വിഷയത്തിലാണ് ദൈവിക പദ്ധതികളും ദൈവികമായ ന്യായപ്രമാണത്തിന് അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നെങ്കിൽ ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടാൻ പോവുക. ഒന്ന് പ്രാർത്ഥിക്കാമോ? കണ്ണ് തുറക്കണമേ, എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ, എൻ്റെ കണ്ണ് തുറക്കണമേ. അതുകൊണ്ട് വിശ്വാസത്താൽ പറ. ഞാനും വിശ്വസിച്ച് പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവം എന്നോട് പറഞ്ഞ വിഷയങ്ങളുടെ മേൽ ദൈവം എൻ്റെ കണ്ണ് തുറന്നത് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദിവസങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ധൈര്യപ്പെടും. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം മനുഷ്യൻ്റെ മനസ്സ് കുരുടാക്കുന്നു എന്നൊരു വാക്യമുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ്. ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. സുവിശേഷത്തിൻ്റെ പ്രകാശനം എന്താ? സുവിശേഷം യേശു ക്രിസ്തുവാണ് സുവിശേഷം. നമ്മുടെ ന്യായപ്രമാണത്തിൽ അത്ഭുതം കാണുമോ? കണ്ണു തുറക്കണം. സുവിശേഷം യേശുവാണ്. യേശുവിനെ കാണാതിരിക്കാൻ, അതിൻ്റെ പ്രകാശനം പൂർത്തീകരിക്കാതിരിക്കാൻ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു വാക്കുണ്ട്, അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ എന്തുകൊണ്ടാണ് ന്യായപ്രമാണത്തിൻ്റെ അത്ഭുതമാകുന്ന യേശുക്രിസ്തുവിനെ കാണുവാൻ കഴിയാത്തെന്ന് ചോദിച്ചാൽ, അവിശ്വാസം ഉണ്ടാകുന്ന ഒരു മനസ്സ്. പലപ്പോഴും നമ്മൾ അവിശ്വാസികളാവും. ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടന്നില്ല. ഞാൻ എത്ര മാസമായി പ്രാർത്ഥിക്കുന്നു, എത്ര വർഷമായി പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് എന്തുകൊണ്ട് കാര്യം നടക്കുന്നില്ലെന്നുള്ള ചിന്ത വന്ന് നമ്മുടെ മനസ്സിന് അവിശ്വാസം ഉണ്ടാക്കി അത്ഭുതങ്ങൾ കാണാതിരിക്കാൻ നമ്മുടെ മനസ്സിനെ കുരുടാക്കുന്ന ചില ശക്തി ഉണ്ടെങ്കിൽ വിശ്വസിക്കണം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ അല്പവിശ്വാസികളാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന കാര്യങ്ങൾ നടക്കും. വിശ്വസിച്ചാൽ ദൈവിക പദ്ധതികൾ നടക്കും. വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും.
ഇന്ന് ഒരുപാട് പദങ്ങൾ യേശുക്രിസ്തു വിശ്വാസത്തെ ആസ്പദമാക്കി ഉറപ്പിച്ച് പ്രസ്താവിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം. ഞാനും വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതികൾ, ന്യായമായ പ്രമാണപ്രകാരം ദൈവിക കൽപ്പന ഞാൻ അനുസരിക്കുന്നതുകൊണ്ട് ദൈവം എനിക്ക് നൽകിയ ന്യായമായ പ്രമാണപ്രകാരമുള്ള നന്മകൾ കാണുവാൻ എൻ്റെ കണ്ണ് തുറക്കണമേ. പ്രിയ സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, താങ്കൾ ഇതുവരെ യേശുവിനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, സുവിശേഷം എന്ന ക്രിസ്തുവിനെ നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്നറിയാനൊരു അനുഗ്രഹിക്കപ്പെട്ട സമയം. ഈ സമയം നഷ്ടമാക്കരുത്. യേശുവിനെ അറിഞ്ഞ്, ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട പദവിയാകുന്ന ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിതം ധന്യമാക്കുവാൻ, ദൈവിക പദ്ധതിയിലേക്ക് കടന്നു വരുവാൻ നിങ്ങളുടെ അവിശ്വാസം മാറ്റി വിശ്വാസമുള്ളൊരു മനസ്സുള്ളവരായി തീരുവാൻ ദൈവം കൃപ നൽകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. நானும் என் வீடும் என் வீட்டார் அனைவரும் ஓயாமல் நன்றி சொல்வோம். நானும் என் வீடும் என் வீட்டார் அனைவரும் ஓயாமல் நன்றி சொல்வோம். ஒரு கரு போல காத்தீரே நன்றி, என்னை சிதையாமல் சுமந்தீரே நன்றி. ஒரு கரு போல காத்தீரே நன்றி, என்னை சிதையாமல் சுமந்தீரே நன்றி. எபினேசரே, எபினேசரே, இந்நாள் வரை சுமந்தவரே. எபினேசரே, எபினேசரே, என் நினைவாய் இருப்பவரே. நன்றி, நன்றி, நன்றி. இதயத்தில் சுமந்தீரே நன்றி. நன்றி, நன்றி, நன்றி. கரு போல சுமந்தீரே நன்றி. ஒன்றுமே இல்லாமல் துவங்கின என் வாழ்வு நன்மையால் நிறைந்துள்ளதே. ஒன்றுமே இல்லாமல் துவங்கின என் வாழ்வு நன்மையால் நிறைந்துள்ளதே. ஒரு தீமையும் நினைக்காத நல்ல ஒரு தகப்பன் உமை போல இல்ல. ஒரு தீமையும் நினைக்காத நல்ல ஒரு தகப்பன் உமை போல இல்ல. எபினேசரே, எபினேசரே, இந்நாள் வரை சுமந்தவரே. எபினேசரே, எபினேசரே, என் நினைவாய் இருப்பவரே. நன்றி, நன்றி, நன்றி. இதயத்தில் சுமந்தீரே நன்றி. நன்றி, நன்றி, நன்றி. கரு போல சுமந்தீரே நன்றி. அன்றன்றைக்கான என் தேவைகள் யாவையும் உம் கரம் நல்கியதே. அன்றன்றைக்கான என் தேவைகள் யாவையும் உம் கரம் நல்கியதே. நீர் நடத்திடும் விதங்களை சொல்ல
பூரண வார்த்தையே இல்லை. நீர் நடத்திடும் விதங்களை சொல்ல ஒரு பூரண வார்த்தையே இல்லை. எபினேசரே, எபினேசரே, இந்நாள் வரை சுமந்தவரே. எபினேசரே, எபினேசரே, என் நினைவாய் இருப்பவரே. நன்றி, நன்றி, நன்றி. இதயத்தில் சுமந்தீரே, நன்றி. நன்றி, நன்றி, நன்றி. கரு போல சுமந்தீரே, நன்றி. ஞானிகள் மத்தியில் பைத்தியம் என்னையும் அழைத்தது அதிசயமே. நான் இதற்கான பாத்திரன் அல்ல, இது கிருபையே வேறொன்றும் இல்லை. நான் இதற்கான பாத்திரன் அல்ல, இது கிருபையே வேறொன்றும் இல்லை.